ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ 2-3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയെടുത്താലോ. ഇത് കുറച്ച് നല്ല പഴുത്ത പഴമാണ്. നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പുറത്തെ തോലെ നല്ലോണം കറുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. 3 പഴം പഴങ്ങളൊക്കെ ഉണ്ടോ, നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഒരു പാത്രം ചൂടായി കുറച്ച് പശുനെയ്യ് വെച്ചെടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ പശുനെയ്യ് തന്നെയാണ്. ഞാൻ മിൽമൻ്റെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ. ഇത് ഏകദേശം 2 മാസമായി പാട. അത്രയ്ക്ക് അങ്ങനെ ചിലപ്പോൾ പാട നല്ലോണം കിട്ടും, ചിലപ്പോൾ അധികം കിട്ടില്ല. അപ്പോൾ ഇത് 2 മാസത്തെ പാടെടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടോ, ഇത് ഇതിലുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി കുറച്ച് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇത് വാങ്ങുന്ന നെയ്യാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു മിൽമൻ്റെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചതാണ്. കഴിഞ്ഞിട്ട് നന്നായി വാടി നമുക്ക് അതിനെ കൊണ്ട് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് അധികം വാടി വേണ്ട, എന്നാലും കുറച്ചും കൂടെ ഒന്ന് വാടി വന്നാൽ നമുക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം അത് ചെറുതായി വാടി വന്നത് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് ചക്കര, വലിയ കഷ്ണം ശർക്കരയില്ലേ, അതാണ്. പിന്നെ വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് മറ്റേ എന്താ പറയുക സിറപ്പാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ ഇട്ടത്. ഇത് ഞാൻ ഒരിക്കങ്ങനെ സിറപ്പാക്കി വെക്കുമ്പോൾ അതിൽ തീരെ കച്ചറൊന്നുമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ അതിന് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു. ചിലതിൽ നല്ല കല്ലൊക്കെ ഉണ്ടാവും. അപ്പം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഉരുക്കുക. നന്നായി കരിഞ്ഞ് വന്ന് നന്നായി വന്നതിന് ശേഷം ഇത് ഇതിലിട്ടിട്ട് തന്നെ നന്നായി ഉടച്ചെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ അതിനെ മുറിച്ച പാടന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പഴമാണ്. അതിലിട്ടിട്ട് തന്നെ ഇങ്ങനെ നന്നായി ഇതേപോലെ ഇങ്ങനെ അതുപോലെ ചെയ്തു കൊടുത്തത്. ഇതുപോലെ ആയിരിക്കും. ഞാൻ മിക്സിയിലിട്ടിട്ടില്ല. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതുപോലെ വരണ്ട് വരുന്നുണ്ട്. അപ്പം നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിലിട്ടിട്ട് തന്നെ ഇങ്ങനെ നന്നായി ഉടച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പഴമല്ല. അതല്ലെങ്കിൽ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പം ഇതിൽ കട്ടൊന്നുമില്ല. ഇതിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിടാം. നന്നായി വരണ്ടുണ്ടോ. അതിനിതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, കുറച്ച് പിസ്ത. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. പഴമൊന്നും ആരും കളയണ്ട. നമുക്കത് എന്നിട്ടൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം.
നല്ല പഴുത്ത് പോയി അല്ലെ തോല് കറുത്ത് പോയിച്ചിട്ട് കളയേണ്ട ആവശ്യമേ ഇല്ല കണ്ടോ. ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്കിതൊരു പാത്രത്തേക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു പാത്രം കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. നെയ്യിലേക്കാണ് നമുക്കിത് സെറ്റ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കഴിക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ നന്നായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ മറ്റേ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മിക്സിയിലിടാണ്ട് ഇങ്ങനെ എടുത്തതാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്ന കയ്യിൽ തന്നെ വെച്ച് നന്നായി ഉടച്ചു കൊടുത്താൽ ഒന്ന് സെറ്റായിക്കോട്ടെ. അപ്പം അതൊക്കെ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തൊന്ന് പൊടിച്ചിരിക്കുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കറുത്ത പഴമൊക്കെ തൊലി കളഞ്ഞ പഴമൊന്നും കളയേണ്ട ആവശ്യം. തൊലി ഇങ്ങനെ കറുത്ത പഴം ഉണ്ടല്ലോ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ചൊന്ന് തൊലി ഇങ്ങനെ കറുത്ത് വന്നാൽ അതിനെന്താ ചെയ്യുക, ഒന്നും നോക്കണ്ട. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒരു പീസാക്കിയിട്ട് ഇതുപോലെ പീസാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അതിലിട്ടിട്ട് നന്നായി ഉടച്ചെടുത്ത് നല്ല പഴുത്ത പഴമല്ലേ. ഓക്കെ, ബൈ.